സോയാബീൻ ഫ്രൈ ആണ്. ഫസ്റ്റ് സോയാബീൻ അപ്പോൾ നമ്മൾ സോയാബീൻ ഫ്രൈയുടെ റെസിപ്പി നമ്മൾ കുറച്ചുകൂടെ വെള്ളം വെച്ചിട്ടുണ്ട്. വേവിക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാതെ അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് അത് കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇത് നല്ല പാകമായി നമുക്ക് മസാല എടുക്കാം. ഫസ്റ്റ് നമ്മൾ ചിക്കൻ മസാലയാണ്, അതുപോലെ തന്നെ ചിക്കൻ കുറച്ച് ഫ്രൈ മസാല ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് കുരുമുളക്, പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചോണ്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നോളെ. പിന്നെ ഫ്രണ്ട്സ് ഗരം മസാലയാണ്. നമ്മൾ ഉപ്പും സോയാബീൻ ഇട്ട് വേവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ നിങ്ങളുടെ അളവിന് മസാല എടുത്താൽ മതി. നമുക്ക് ഇച്ചിരി ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. ഇത് വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുവാണ് ഈ ഗൈസ്. അപ്പോൾ ഇത് നല്ല തിളച്ച് വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ല വെന്ത് വന്ന് അപ്പോൾ നമ്മുടെ സോയാബീൻ നല്ല വെള്ളം കളഞ്ഞ് നല്ല വറ്റിച്ചെടുക്കാം. ചെറിയ സോയാബീൻ വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ വലുത് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. എനിക്ക് ഇഷ്ടമുള്ള സോയാബീൻ. അപ്പോൾ ഫ്രണ്ട്സ് ഇത് വെന്ത് നമുക്ക് ഗ്യാസ് നല്ലോണം വെള്ളം കളഞ്ഞ് വറ്റിച്ചെടുക്കാം. വെള്ളം എല്ലാം കളഞ്ഞ് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് നല്ല ചൂടുണ്ട്, നമ്മൾ സ്പൂൺ വെച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗൈസ് കുറച്ച് പച്ച കരിവേപ്പിലേക്ക് ഇട്ട് സോയാബീൻ വറക്കുവാണ്. പച്ച കരിവേപ്പിലേക്ക് ഇട്ട് വറക്കുമ്പം നല്ലൊരു ബീഫ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ബീഫ് ഫ്രൈ വറക്കുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല പച്ച കരിവേപ്പില സൺഫ്ലവർ ഓയിലായാലും വറക്കാം കേട്ടോ. ഞങ്ങളിവിടെ വെളിച്ചെണ്ണയിൽ വറക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വറക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ആ കരിവേപ്പിലയുടെയും ആ നല്ല വെളിച്ചെണ്ണയുടെയൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ അത് നല്ലപോലെ മൊരിഞ്ഞു പോകും, ഉള്ളു വേഗില്ല. അപ്പോൾ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ സെക്കൻഡ് ട്രിപ്പാണ് വറക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ.